കോഴികളിലെ വാക്സിനേഷനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. വെൽക്കം ടു അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനൽ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. ഇത് രണ്ടും സൗജന്യമാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. കോഴികൾക്ക് വാക്സിനേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വാക്സിനുകൾ എങ്ങനെയൊക്കെയാണ് നൽകേണ്ടത് എന്നും ഒപ്പം തന്നെ വാക്സിൻ കൊടുക്കുന്നതിന് മുൻപ് വിരയിളക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ വാക്സിനുകളെ ഒന്ന് പരിചയപ്പെടാം. ഏതെല്ലാം വാക്സിനുകളാണ് ഏതെല്ലാം പ്രായങ്ങളിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് മാരക്സ് വാക്സിനാണ്. അത് ആദ്യത്തെ ദിവസം ഹാച്ചറികളിൽ തന്നെ നൽകിയാണ് തരുന്നത്. പല ഹാച്ചറികളും ഇപ്പോൾ എടുക്കാറില്ല എന്നുള്ളതൊരു സത്യമാണ്. രണ്ടാമത് നമ്മൾ ഫാമിലേക്ക് എത്തിയതിനു ശേഷം കൊടുക്കുന്ന ആദ്യത്തെ വാക്സിൻ, അതായത് ഒരു കോഴിയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ വാക്സിൻ, നമ്മുടെ ഫാമുകളിൽ എത്തിയതിനു ശേഷം ആദ്യത്തെ വാക്സിൻ. 7ാമത്തെ ദിവസം 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് നമ്മൾ വസന്തയ്ക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻ എടുക്കേണ്ടത്. ലെസോട്ട എന്ന വാക്സിനാണ് വസന്തയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ലെസോട്ട കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് പലതരത്തിൽ വാക്സിനേഷൻ ചെയ്യാറുണ്ട്. കണ്ണിലും മൂക്കിലും ഒറ്റിക്കുന്ന രീതിയുണ്ട്. വെള്ളത്തിൽ കലക്കിയിട്ട്, അതായത് പാലും തണുത്ത ഐസ് കട്ടകളോ ഒക്കെ ഇട്ടിട്ട് അതിൽ വാക്സിൻ കലക്കി കൊടുക്കുന്ന രീതിയുണ്ട്. അതിനോടൊപ്പം തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ ഇടുക്കി നിർത്തി സ്പ്രേ ചെയ്യുന്ന രീതിയുണ്ട്. അതായത് വാക്സിനുകളെ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുന്ന രീതിയുണ്ട്. ഇതിൽ 3 രീതിയിൽ ഏത് രീതിയും നമുക്ക് എടുക്കാവുന്നതാണ്. സാധാരണക്കാർക്കും തുടക്കക്കാർക്കും ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നതാണ്. ഇപ്പോൾ വെള്ളത്തിൽ കലക്കി കൊടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വിരമരുന്ന് കൊടുക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ വാക്സിൻ കൊടുക്കുന്നതിന് 24 മണിക്കൂർ മുൻപെങ്കിലും നമ്മുടെ വെള്ളത്തിൽ ക്ലോറിൻ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറൊക്കെ കലർത്തിയാണ് നൽകുന്നതെങ്കിൽ ആ കലക്കുന്ന ബ്ലീച്ചിങ് പൗഡറിൻ്റെയും ക്ലോറിൻ്റെയും അളവ് ഉണ്ടാവാൻ പാടില്ല. അതായത് ഇപ്പോൾ നമ്മൾ 7ാമത്തെ ദിവസം കൊടുക്കുകയാണെങ്കിൽ 5ാമത്തെ ദിവസമോ 6ാമത്തെ ദിവസമോ തന്നെ നമ്മൾ നമ്മുടെ വെള്ളത്തിലെ ബ്ലീച്ചിങ് പൗഡറിൻ്റെയും ക്ലോറിൻ്റെയും അളവ് ഇല്ലാതെയാക്കണം. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ വാക്സിൻ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന വാക്സിനുകളെല്ലാം രോഗാണുക്കൾ തന്നെയാണ്. ചെറിയ അളവിൽ രോഗാണുക്കളെ ഉള്ളിലേക്ക് വിട്ട് അതിൻ്റെ പ്രതിരോധ ശേഷി സ്വാഭാവികമായിട്ട് ഉയർത്തുക എന്നുള്ളതാണ് വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലോറിൻ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിൽ കലരാൻ പാടില്ല, കൊടുക്കുന്ന വെള്ളത്തിലും ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ വാക്സിൻ കൊടുത്ത് ഒരു ദിവസം കഴിഞ്ഞ്, അതായത് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വീണ്ടും ഈ ക്ലോറിനോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറോ കലക്കാവൂ. അപ്പോൾ കൊടുക്കുന്നതിന് മുൻപും കൊടുത്തതിന് ശേഷം 24 മണിക്കൂർ ഗ്യാപ്പ് ബ്ലീച്ചിങ് പൗഡറോ ക്ലോറിനോ ഒക്കെ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ കൊടുക്കുന്നത് രാത്രി സമയങ്ങളിലാണ് ഏറ്റവും നല്ലത്. കോഴികൾക്ക് വലിയ രീതിയിൽ ചെയ്യുന്നവരൊക്കെ രാത്രി കാലങ്ങളിൽ തന്നെയാണ് കൊടുക്കുക. ചെറിയ രീതിയിൽ ചെയ്യുന്നവർ ഒന്നെങ്കിൽ വളരെ രാവിലെ കൊടുക്കുക, അല്ലെങ്കിൽ നന്നായി വൈകിട്ട് കൊടുക്കുക. ഇത് സ്ട്രെസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലോറിൻ കലരാൻ ഉള്ള സമയപരിധിയാണ് കുറച്ച് മുമ്പ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ കൊടുക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല കടുത്ത ചൂടുള്ള സമയത്ത് കൊടുക്കരുത്. ഒപ്പം തന്നെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ എല്ലാ കോഴികൾക്കും ഒരുമിച്ച് എത്തിയോ എന്നുള്ളതും ശ്രദ്ധിക്കുക. അപ്പോൾ വാക്സിൻ്റെ ഡേറ്റുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ബാക്കി വാക്സിനുകളെ കുറിച്ച് നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ട വാക്സിൻ, അതായത് 5ാമത്തെ ദിവസമാണ് കൊടുത്തതെങ്കിൽ 10ാമത്തെ ദിവസം, അതായത് ആദ്യ ഡോസ് ലെസോട്ട കൊടുത്തതിൻ്റെ സെയിം ഇൻ്റർവൽ ആയിരിക്കണം അടുത്ത ഡോസിന്. അടുത്ത ഡോസ് 10 അല്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ IBD എന്ന് പറയുന്ന വാക്സിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ IBD വാക്സിനും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കണ്ണിലോ മൂക്കിലോ ഒറ്റിക്കുകയോ സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സ്പ്രേ ചെയ്യുന്ന രീതിയും നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്കും വലിയ രീതിയിൽ ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. കോഴിക്കുഞ്ഞുങ്ങളെ തിക്കാക്കി നിർത്തിയതിന് ശേഷം രാത്രിയിൽ ചെറിയൊരു ലൈറ്റ് മുകളിൽ അടിച്ചിട്ട് നമ്മൾ സ്പ്രേയറിൽ മരുന്ന്, അതായത് നമ്മുടെ വാക്സിൻ കലക്കി സ്പ്രേയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. തുടക്കക്കാർക്കും ചെയ്യാവുന്നത് തന്നെയാണ്, പക്ഷേ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യുന്നതാണ് അതിന് ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ തുടക്കക്കാർ പരമാവധി വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നത്, വെള്ളത്തിൽ കലക്കുമ്പോൾ പാല് കലക്കിയിട്ട് വേണം കൊടുക്കാൻ. പാൽപ്പൊടിയോ പാലോ കലക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് വീണ്ടും IBDയുടെ ഒരു റിപ്പീറ്റഡ് ഡോസേജ് 24 അല്ലെങ്കിൽ 28 ദിവസത്തിനുള്ളിൽ നൽകേണ്ടതുണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് 6ാമത്തെ ആഴ്ചയാണ് നമുക്ക് വസൂരിക്കുള്ള ഫൗൾ പോക്സിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ എടുക്കേണ്ടത്. അത് തൊലിക്കടിയിൽ ഇഞ്ചക്ഷനായിട്ടാണ് എടുക്കേണ്ടത്. ഫൗൾ പോക്സിന് എപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. വസൂരി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള വാക്സിനും 6ാമത്തെ ആഴ്ചയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ 6ാമത്തെ ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ 7ാമത്തെ ആഴ്ചയിൽ വിര ഇളക്കുകയാണ്. അതായത് ആൽബമറോ അതുപോലുള്ള മരുന്നുകളോ കൊടുത്തിട്ട് വിര ഇളക്കണം. നമ്മുടെ R2B എന്ന് പറയുന്ന വാക്സിനാണ് 8ാമത്തെ ആഴ്ച കൊടുക്കേണ്ടത്. അപ്പോൾ 8ാമത്തെ ആഴ്ച കൊടുക്കുന്ന R2Bക്ക് മുൻപായിട്ട് നമ്മൾ വിര ഇളക്കുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ R2B വാക്സിൻ കൊടുക്കുന്നതിന് ഒരാഴ്ച മുൻപ് എന്ന് പറയുന്നത് 7ാമത്തെ ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ 7ാമത്തെ ആഴ്ചയിൽ നമ്മൾ മരുന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് കോഴിയുടെ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദിച്ചിരുന്നു പല സുഹൃത്തുക്കളും, എങ്ങനെയാണ് മരുന്ന് ഏത് ദിവസമാണ് ആദ്യത്തെ ഡോസ് കൊടുക്കേണ്ടത്. അപ്പോൾ 7ാമത്തെ ആഴ്ച, അതായത് 49 ദിവസം എന്നാണ് ഓർമ്മ. 7 ആഴ്ച എന്ന് പറയുമ്പോൾ ഏതാണ് 49 ദിവസം. അപ്പോൾ ആ 49ാമത്തെ ദിവസം അല്ലെങ്കിൽ 7 ആഴ്ച പ്രായമാവുമ്പോഴാണ് നമ്മൾ ആദ്യ ഡോസ് മരുന്ന് കൊടുക്കേണ്ടത്. ആൽബമർ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരുന്ന് കൊടുക്കാം. ഈ ആൽബമർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. കാണാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ കാണുക. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത വാക്സിനേഷൻ എന്ന് പറയുന്നത് R2B ആണ്. ഇത് 8 ആഴ്ച പ്രായമാകുമ്പോഴാണ് R2B ഇഞ്ചക്ഷൻ വരുന്നത്. ഇതാണ് ഒരു കോഴിയുടെ ആദ്യഘട്ട വാക്സിനേഷൻ. തുടർന്നും വാക്സിനേഷനുകൾ വരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വരുന്ന വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വാക്സിനേഷനുകളുടെ കൊടുക്കുന്ന രീതി കൃത്യമായിരിക്കണം. നമ്മുടെ അതാത് വെറ്റിനറി ഹോസ്പിറ്റലുകളിൽ വാക്സിനേഷൻ്റെ ചാർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രസിദ്ധീകരണവും ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള സർക്കാർ അംഗീകരിച്ച പ്രസിദ്ധീകരണവും മാത്രം അനുസരിച്ചിട്ട് വാക്സിനുകൾ നൽകുക. പല ആളുകളും സ്വന്തം ഇഷ്ടാനുസരണം വാക്സിനുകളുടെ ക്രമം മാറ്റിയും തീയതികൾ മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ വാക്സിനുകളും ഓരോ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഓരോ പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാക്സിനേഷൻ ചാർട്ടിനനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലെ വാക്സിനേഷൻ ചാർട്ടിനനുസരിച്ച് വാക്സിനേഷനുകൾ നൽകുക. ഇനി വാക്സിൻ എവിടെ കിട്ടും എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കാം. നമ്മുടെ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും അവൈലബിൾ ആയി എന്ന് വരില്ല. അപ്പോൾ അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലുമായിട്ട്, അതായത് മൃഗാശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അവിടെ നിന്ന് ഈ വാക്സിനുകളൊക്കെ കിട്ടിയേക്കാം. മേജറായിട്ടുള്ള സിറ്റികളിലൊക്കെ ഉള്ള വെറ്റിനറി മെഡിക്കൽ ഷോപ്പുകളിൽ ഇത്തരത്തിലുള്ള വാക്സിനുകൾ കിട്ടാറുണ്ട്. എപ്പോഴും വാക്സിൻ തണുത്ത രീതിയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കണം. നമ്മൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഒരു ഫ്ലാസ്കുമായിട്ട് പോയി അതിൽ ഐസ് കട്ടകൾ ഇട്ടിട്ട് അതിൽ വാക്സിൻ്റെ കുപ്പികൾ ഇട്ട് വരാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എപ്പോഴും തണുപ്പ് വിടുന്നതിന് മുൻപ് തന്നെ കോഴികൾക്ക് കൊടുക്കാനും ശ്രദ്ധിക്കണം. അതായത് കോഴികൾക്ക് കൊടുക്കുന്ന വെള്ളം ഉൾപ്പെടെ എല്ലാം തണുപ്പായിരിക്കണം. ഇതിലെ അണുക്കൾ ചത്തു പോകാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ വാക്സിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വാക്സിൻ കൊടുത്താലും കാലാവധി കഴിഞ്ഞ് വാക്സിനാണ് കൊടുത്തതെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടാതെ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.